പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 70.51% പോളിംഗ്. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. വോട്ടെണ്ണൽ ശനിയാഴ്ച. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശനും ഇടതുപക്ഷവും ചേർന്നാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതെന്ന് മുതിർന്ന ബി.ജെ.പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. തൃശൂർ പൂരം തട്ടിയെടുക്കുവാനുള്ള ശ്രമം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉപേക്ഷിച്ചില്ലെങ്കിൽ ബി.ജെ.പി സമരത്തിനിറങ്ങുമെന്നും ഗോപാലകൃഷ്ണൻ. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിലെ ഹോട്ടലുകളിൽ റെയ്ഡ്. 30ഓളം ഹോട്ടലുകളിലാണ് റെയ്ഡ് നടത്തിയത്. 5 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. ഹോട്ടലുകളിലെ പരിശോധന കർശനമാക്കുമെന്ന് മേയർ എം കെ വർഗീസ്. ഗുരുവായൂരിൽ വീട്ടമ്മയുടെ 5.5 പവന്റെ താലിമാല കവർന്നു. ചന്ദ്രാപ്പിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. കഴിഞ്ഞ 2 മാസത്തിനിടെ ഗുരുവായൂരിൽ മോഷ്ടാക്കൾ കവർന്നത് 20-ലധികം പവൻ. പൂമലയിൽ ബാങ്ക് ജപ്തിക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ കുടുംബം. വടക്കാഞ്ചേരി കേരള ബാങ്ക് ജീവനക്കാർ ജപ്തി നടപടികൾക്കെത്തിയപ്പോഴായിരുന്നു ഭീഷണി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 70.51% പോളിംഗ്. പഞ്ചായത്തുകളേക്കാൾ കൂടുതൽ പോളിംഗ് നഗരമേഖലയിലാണ് നടന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞു. വെണ്ണക്കരയിൽ പോളിംഗ് ബൂത്തിൽ കയറാൻ ശ്രമിച്ച UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ BJP പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. സ്ഥാനാർത്ഥി ബൂത്തിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചാണ് തടഞ്ഞത്. പോളിംഗ് ബൂത്തിൽ കയറാൻ സമ്മതിക്കാത്തതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലത്ത് പ്രതിഷേധിച്ചു. 23-ാം തീയതിയാണ് വോട്ടെണ്ണൽ. പാലക്കാടിന്റെ മനസ്സ് ആർക്കൊപ്പം? വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ആകാംക്ഷയ്ക്ക് വിരാമമാവാൻ 2 ദിവസങ്ങൾ മാത്രം. പാലക്കാട് നിന്നും മുകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞതിൻ്റെ നിറവും മധുരവും ഒന്നും ഇനിയും അവസാനിച്ചിട്ടില്ല. പാലക്കാടിൻ്റെ ഹൃദയഭൂമിയിലാണ് കൽപ്പാത്തി. പാലക്കാടിലെ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശവും ആ പോരാട്ട ചൂടുമെല്ലാം ഏറ്റവും തീവ്രമായത് ഈ കൽപ്പാത്തി തെരുവീതികൾ തന്നെയാണ്. കൽപ്പാത്തി രഥോത്സവം മൂലമാണ് നവംബർ 13-ന് നടക്കേണ്ടിയിരുന്ന, ചേലക്കരയ്ക്കും വയനാടിനുമൊപ്പം നടക്കേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പ് നവംബർ 20-ലേക്ക് മാറ്റിയതും. ഏറ്റവും ഒടുവിൽ പാലക്കാടിൻ്റെ ജനമനസ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 2 നാൾ മാത്രമുള്ള കാത്തിരിപ്പാണ്. അപ്പോഴറിയാം ആരാണ് വാഴുക, ആരാണ് വീഴുക, കോട്ട പിടിക്കുക ആരാണെന്ന്. എത്രയോ വിഷയങ്ങളിലൂടെ ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കടന്നുപോയി. ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ എപ്പോഴും വലിയ ആവേശം സമ്മാനിക്കുന്നതാണ്. പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ പോലെ വീറും വാശിയും നിറഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ല. ഒപ്പം തന്നെ ഒട്ടേറെ വിവാദങ്ങളും, നീല ട്രോളി ബാഗും കള്ളപ്പണവും ഏറ്റവും ഒടുവിൽ പരസ്യ വിവാദവും ഉൾപ്പെടെ ഒട്ടേറെ വിവാദങ്ങളിലൂടെയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കടന്നുപോയി. ഒരുപാട് കൂറുമാറ്റങ്ങൾ കണ്ടു. LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയത് UDFന്റെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന സരിനായിരുന്നു. അതിനുശേഷം BJPയുടെ മുഖവും വാക്കുമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതും നമ്മൾ കാണുകയുണ്ടായി. അത്തരം ഒട്ടേറെ വിവാദങ്ങളിലൂടെ കടന്നുപോയ വലിയ വാക്പോരിനെ സാക്ഷ്യം വഹിച്ച പാലക്കാടിൻ്റെ ജനമനസ്സ് രേഖപ്പെടുത്തി കഴിയുമ്പോൾ ആർക്കായിരിക്കും മുൻതൂക്കം? വലിയ പ്രതീക്ഷയാണ് UDF പുലർത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഈ മണ്ഡലം നിലനിർത്താനാവുമെന്ന്, ഷാഫി പറമ്പലിൻ്റെ തുടർച്ചയാകുമെന്ന് UDF കരുതുമ്പോൾ ഇതുവരെ 2ാം സ്ഥാനത്തുണ്ടായിരുന്നതിൽ നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് കൃഷ്ണകുമാർ, NDAയുടെ BJPയുടെ കൃഷ്ണകുമാർ പക്ഷം പ്രതീക്ഷിക്കുന്നു. ഒപ്പം കോൺഗ്രസിൽ നിന്ന് LDFലേക്ക് വന്ന P. സരിൻ്റെ മുഖത്തിലൂടെ സരിനാണ് ശരിയെന്നാണ് അവർ ഇവിടെ പ്രചാരണം നടത്തിയിരുന്നത്. സരിനിലൂടെ ഈ മണ്ഡലത്തിൽ വെന്നിക്കൊടി പാറിക്കാൻ സാധിക്കുമെന്ന് ഇടതുപക്ഷവും കരുതുമ്പോൾ പാലക്കാടിൻ്റെ മണ്ണിൽ കാത്തിരിപ്പാണ്. കേരള രാഷ്ട്രീയം കാത്തിരിക്കുകയാണ്. വയനാടിനേക്കാൾ ചേലക്കരയേക്കാൾ വലിയ ആവേശപൂർവ്വം തെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് ആര് വെന്നിക്കൊടി പാറിക്കുമെന്ന് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം. പാലക്കാടിലെ കൽപ്പാത്തി അഗ്രഹാര വീതിയിൽ നിന്ന് ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശനും ഇടതുപക്ഷവും ചേർന്നാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതെന്ന് മുതിർന്ന BJP നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. തിരുവമ്പാടി ദേവസ്വവും BJPയുമാണ് പൂരം കലക്കിയതെന്ന തരത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അയ്യന്തോളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗോപാലകൃഷ്ണൻ. പിണറായിയുടെയും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെയും പോക്കറ്റ് നായിയും നാവുമായാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. തൃശൂർ പൂരം തകർക്കുക എന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ലക്ഷ്യം. പൂരം എക്സിബിഷന്റെ പേരിൽ വൻതുക ഈടാക്കുന്ന സുദർശൻ വെട്ടുപലിശക്കാരന്റെ സ്വഭാവമാണ് കാണിക്കുന്നതെന്നും പൂങ്കുന്നം ക്ഷേത്രത്തിൽ
വലിയ പരസ്യബോർഡ് വച്ചതിന്റെ പേരിൽ വൻ അഴിമതി നടത്തിയ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ വിജിലൻസിൽ കേസ് നൽകുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പിണറായി സർക്കാരിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പോക്കറ്റ് നായ്ക്കളായിട്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ രാത്രി പൂരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തൃശൂരിലെ കളക്ടർ 12 മണിക്ക് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഓഫീസിൽ പോയി ദേവസ്വം അധികൃതരുമായി സംസാരിക്കാൻ പോയപ്പോൾ നടുവിലാലിൽ വെച്ച് തടഞ്ഞത് ഈ സുദർശനാണ്. പോകണ്ടെന്ന് ഇയാൾ പറഞ്ഞതിനുള്ള തെളിവുണ്ട്. കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് സുദർശനും ഇടതുപക്ഷക്കാരും ചേർന്നാണ് പൂരം അലങ്കോലമാക്കിയത് എന്നുള്ളത് വ്യക്തമാണ്. ഔറംഗസേബിന്റെ ക്ഷേത്രവിരുദ്ധ സമീപനവും നയങ്ങളുമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വീകരിക്കുന്നത്. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷേത്രങ്ങളെ കയറ്റണമോ എന്ന് ഭക്തർ തീരുമാനിക്കും. തൃശൂർ പൂരം തട്ടിയെടുക്കാനുള്ള ശ്രമം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉപേക്ഷിച്ചില്ലെങ്കിൽ BJP സമരത്തിനിറങ്ങുമെന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. ഔറംഗസീബാവാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കളിക്കണ്ട, ശ്രമിക്കണ്ട. ഔറംഗസീബിന്റെ നയം നടപ്പാക്കാൻ നോക്കണ്ട. ഔറംഗസീബായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശൻ വേഷം കെട്ടിയാൽ അപ്പുറത്ത് ശിവജിമാരായി ഞങ്ങൾക്കും വേഷം കെട്ടേണ്ടി വരും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരം തട്ടിയെടുക്കാനുള്ള ഹിഡൻ അജണ്ട ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ അതിശക്തമായ പൂരവിശ്വാസികളുടെ, പൂരപ്രേമികളുടെ, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഒക്കെ അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിന് BJP തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുനിൽകുമാറിന് വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്ര സമിതികളെ സമീപിച്ചതിന് തെളിവുണ്ടെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. TC വിനോസ്, തൃശൂർ. തൃശൂർ പൂരം അട്ടിമറിക്കാൻ ഇടത് സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും കാലങ്ങളായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. തൃശൂർ പൂരം നടത്തുന്നതിൽ സ്തുത്യർഹമായ പങ്കുവഹിക്കുന്ന തിരുവമ്പാടി ദേവസ്വത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡ് അവഹേളിക്കുകയാണെന്ന് അനീഷ് കുമാർ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ പൂരം തടസ്സപ്പെടുത്തിയ സമയത്ത് ഇടപെടാതിരുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡും സർക്കാരും ഇപ്പോൾ കോടതിയിൽ പച്ചക്കള്ളമാണ് ബോധിപ്പിച്ചിട്ടുള്ളത്. പൂരം തടസ്സപ്പെടുത്തിയത് BJPയും തിരുവമ്പാടി ദേവസ്വവുമാണ് എന്നതിന് എന്ത് തെളിവാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പക്കലുള്ളതെന്ന് വ്യക്തമാക്കണം. സത്യവാങ്മൂലമെന്ന പേരിൽ സമർപ്പിച്ചിട്ടുള്ള പച്ചക്കള്ളം പിൻവലിച്ച് മാപ്പ് പറയാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തയ്യാറാകണമെന്ന് അനീഷ് കുമാർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. തൃശൂർ നഗരത്തിലെ 5 ഹോട്ടലുകളിൽ നിന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പഴകിയ ഭക്ഷണം പിടികൂടി. ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കുമെന്നും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മേയർ MK വർഗീസ്. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി നടത്തിയ പരിശോധനയിലാണ് നഗരത്തിലെ 5 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത്. രാമവർമ്മപുരത്തെ ബേലീഫ്, പൂങ്കുന്നത്തെ അറേബ്യൻ ട്രീറ്റ്, പടിഞ്ഞാറേക്കോട്ട കിൻസ്, കൊക്കാലെ നാഷണൽ സ്റ്റോർ, തൃശൂർ ജൂബിലി മിഷന് സമീപമുള്ള നവ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. 30 ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. 21 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നഗരത്തിലെ ചില ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പരാതി ലഭിച്ചതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന കർശനമാക്കുമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. ഹോട്ടലുകളൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പല ഭാഗങ്ങളിൽ നിന്നും എനിക്ക് കംപ്ലൈന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം പല ഹോട്ടലുകളും വളരെ മോശമായിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. അതനുസരിച്ച് നമ്മൾ നിർബന്ധമായി ഇനിയും ഹെൽത്ത് സെക്ഷൻ ഫീൽഡിൽ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇനി ഹോട്ടലുകളിൽ നമ്മൾ കയറും. അവിടുത്തെ ഹൈജീൻ സാനിറ്റേഷൻ എന്താണെന്ന് പരിശോധിക്കും. ഒപ്പം തന്നെ ടോയ്ലറ്റുകൾ പരിശോധിക്കും, ഭക്ഷണത്തിൻ്റെ നിലവാരം പരിശോധിക്കും. അതനുസരിച്ച് നടപടി നിർബന്ധമായിട്ടും മുന്നോട്ട് പോകും. ഡെങ്കിപ്പനി അടക്കം പടരുന്നു. അതുപോലെ തന്നെ അവരുടെ അഴുക്ക് ചാലുകൾ പരിശോധിക്കും. അവരിൽ നിന്ന് വേസ്റ്റ് വെള്ളം പുറത്തേക്ക് വീഴുന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കും. ഒരു വിട്ടുവീഴ്ചയും ഇനി ഉണ്ടാവില്ല. 5 ഹോട്ടലുകളെ ഈ പ്രാവശ്യം നമ്മൾ പിടിച്ചിട്ടുണ്ട്. അവർക്ക് ഇനി വാണിംഗ് കൊടുക്കുന്നു. മേലിൽ ഇത് ആവർത്തിച്ചാൽ പൂട്ടിയെടുക്കാവുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും. ആഴ്ചയിൽ 2 ദിവസം ഹോട്ടലുകളിൽ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ അറിയിച്ചു. TC വിനോസ്, തൃശൂർ. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. ശ്രീനാരായണ വായനശാലയ്ക്ക് സമീപം മേനോത്ത് രതീഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കുടുംബം വിദേശത്താണ്. വീടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് അകത്ത് കടന്നിട്ടുള്ളത്. വീടിനകത്തുണ്ടായിരുന്ന 2 നിലവിളക്ക്, വലിയ കുട്ടകം, ചെമ്പുപാത്രങ്ങൾ തുടങ്ങിയവയാണ് കവർന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മോഷണം നടന്നിട്ടുള്ളതെന്ന് പറയുന്നു. 2 നാടോടി സ്ത്രീകളെ പരിസരത്ത് കണ്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. സമീപത്ത് താമസിക്കുന്ന രതീഷിന്റെ സഹോദരൻ രമേശ് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 1.5 വർഷം മുൻപും ഇതേ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട്. കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. CV സെന്ററിനടുത്ത മറ്റൊരു വീട്ടിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്.
ഗുരുവായൂരിൽ വീട്ടമ്മയുടെ 5.5 പവന്റെ താലിമാല കവർന്നു. തെക്കേനടയിൽ പുളിയശ്ശേരി ലജീഷിന്റെ ഭാര്യ സിദ്ധുവിന്റെ മാലയാണ് കവർന്നത്. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. വീടിന് പുറകിൽ അരി കഴുകുകയായിരുന്ന സിദ്ധുവിന്റെ പുറകിലൂടെ എത്തിയ മോഷ്ടാവ് മാല ഊരിയെടുത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഭയന്ന് നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല. മോഷ്ടാവ് മുഖം മറച്ചിരുന്നതായി ഇവർ പറഞ്ഞു. സമീപത്തെ 2 വീടുകളിലും മോഷണശ്രമം നടന്നിട്ടുണ്ട്. പൊന്നരാശ്ശേരി മണികണ്ഠൻ, മനയിൽ രഘുനാഥ് എന്നിവരുടെ വീടുകളിലാണ് മോഷണശ്രമം നടന്നത്. മണികണ്ഠന്റെ വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്ത് മോഷ്ടാവ് അകത്ത് കയറിയിട്ടുണ്ട്. രഘുനാഥിന്റെ വീടിന് പുറകിലെ ഓടിളക്കിയാണ് മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളത്. 2 വീടുകളിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 2 മാസത്തിനിടെ ഗുരുവായൂരിൽ മോഷ്ടാക്കൾ കവർന്നത് 20-ലധികം പവൻ. പ്രതികളെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ്. ബുധനാഴ്ച പുലർച്ചെ ഗുരുവായൂർ തെക്കേനടയിൽ വീടിന് പുറകിൽ അരി കഴുകിയിരുന്ന വീട്ടമ്മയുടെ 5.5 പവന്റെ താലിമാലയാണ് മുഖം പറച്ചെത്തിയ മോഷ്ടാവ് കവർന്നത്. അടുത്ത 2 വീടുകളിൽ മോഷണ ശ്രമവും നടന്നിരുന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 13 തിരുവെങ്കടം ഫ്രണ്ട്സ് റോഡിൽ കൈപ്പട ഉഷയുടെ 2 പവന്റെ മാല കവർന്നിരുന്നു. അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് മോഷ്ടാവ് പുറകിലൂടെ എത്തി മാല കവർന്നത്. 13 ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ കൊല്ലം ഓച്ചിറ ചൈതന്യ വീട്ടിൽ രത്നമ്മയുടെ 3.5 പവന്റെ മാലയും കവർന്നിരുന്നു. സെപ്റ്റംബർ 30 റെയിൽവേ സ്റ്റേഷനിൽ 2 സ്ത്രീകളിൽ നിന്നായി 6 പവനാണ് കവർന്നത്. ആറന്മുള സ്വദേശി രേഖ നായർ, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലക്ഷ്മി എന്നിവരുടെ മാലകളാണ് നഷ്ടപ്പെട്ടത്. ഈ മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന ഗുരുവായൂർ ദേവസ്വം റിട്ടയേർഡ് ജീവനക്കാരൻ പുത്തൻ വീട്ടിൽ സച്ചിദാനന്ദന്റെ വീട്ടിൽ മോഷണ ശ്രമവും നടന്നിരുന്നു. മോഷ്ടാവ് ഓട് പൊളിച്ചകത്ത് കടന്ന് സാധനങ്ങൾ വാരി വലിച്ചിടുന്നതിനിടെ അയൽവാസികളെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതെല്ലാം നടന്നത് പുലർച്ചെ 5-നും 6-നും ഇടയിലാണ്. ഈ മോഷണം നടത്തിയവരെയൊന്നും ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഇതിനു പുറമെ ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർ ക്ഷേത്രത്തിലും യാത്രക്കിടയിലും കവർച്ചയ്ക്കിരയാകുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം പേരും ബുദ്ധിമുട്ടുകൾ ഓർത്ത് പരാതിപ്പെടാതെ സ്ഥലം വിടുകയാണ് ചെയ്യുന്നത്. ഇതിനു പുറമെ വീടുകളിൽ നിന്ന് മോട്ടോർ പമ്പ് സെറ്റുകളും വയറിംഗ് ഉപകരണങ്ങളും തേങ്ങയും മറ്റും വ്യാപകമായി മോഷണം പോകുന്നുണ്ട്. CCTV ദൃശ്യം സഹിതം പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമില്ലാത്ത അവസ്ഥയാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. വില്ലടത്ത് ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് യുവതി മരിച്ചു. പൊങ്ങണങ്ങാട് സ്വദേശിനി പാമ്പുങ്ങൽ വിനീതിന്റെ ഭാര്യ 28 വയസ്സുള്ള ഷിനിയാണ് മരിച്ചത്. വില്ലടം സെന്ററിൽ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. സ്കൂട്ടർ ഓടിക്കുന്നതിനിടെ മുന്നിൽ പോകുകയായിരുന്ന ഓട്ടോ പെട്ടെന്ന് നിർത്തിയപ്പോൾ പിന്നിൽ ഇടിക്കുകയായിരുന്നു. പൂമലയിൽ ബാങ്ക് ജപ്തിക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ആത്മഹത്യാ ഭീഷണി മുഴക്കി കുടുംബം. വടക്കാഞ്ചേരി കേരള ബാങ്ക് ജീവനക്കാർ ജപ്തി നടപടികൾക്ക് എത്തിയപ്പോഴാണ് സംഭവം. പൂമല തെക്കഞ്ചേരി പരേതനായ തോമസിന്റെ കുടുംബമാണ് വീട്ടിൽ നിന്നും ഇറങ്ങാനാകില്ലെന്ന് പറഞ്ഞ് അകത്ത് കയറി വാതിലടച്ച് ഭീഷണി മുഴക്കിയത്. 2013 ജില്ലാ ബാങ്കിലെ ജീവനക്കാരനായ തോമസ് 18 ലക്ഷം രൂപയോളം വായ്പയെടുത്തിരുന്നു. വായ്പയുടെ പലിശ ഉൾപ്പെടെ 42 ലക്ഷമാണ് ബാങ്കിൽ അടയ്ക്കുവാനുള്ളത്. എന്നാൽ 32 ലക്ഷം അടച്ചാൽ മതിയെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചതിന് ശേഷം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ജപ്തി നടപടികളിലേക്ക് കടന്നതെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. ദേശീയ നവജാത ശിശു സംരക്ഷണ വാരം ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നടന്നു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേരളം ഒരുക്കിയ നവജാത ശിശു സംരക്ഷണ കിറ്റുകൾ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ജനിച്ച 25 നവജാത ശിശുക്കൾക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ വിതരണം ചെയ്തു. കേരള വിഷന്റെ എന്റെ കൺമണിക്ക് പരിപാടിയുടെ ഭാഗമായി മണപ്പുറം ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത 75 ബേബി ബെഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, വാർഡ് കൌൺസിലർ PT ജോർജ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ ഫ്ലെമി ജോസ്, MCH ഓഫീസർ ഇൻചാർജ് PA റൂബി, കേരള വിഷൻ മാള മേഖലാ പ്രസിഡന്റ് PS സുബിതൻ, സെക്രട്ടറി VP പ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രപ്പിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് 6 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. സാരമായി പരിക്കേറ്റ തുപ്രാടൻ വീട്ടിൽ ശോഭനയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പണിയെടുക്കുന്നതിനിടയിലാണ് കടന്നൽ കുത്തേറ്റത്. തിണ്ടിപ്പറമ്പിൽ സാവിത്രി, ഭഗവതി പറമ്പിൽ സരോജ, പള്ളിത്തറ വീട്ടിൽ ആശ, മേപ്പറമ്പിൽ വത്സല, കിഴക്കേപ്പുരക്കിൽ ജിഷ എന്നിവർക്കും കടന്നൽ കുത്തേറ്റിട്ടുണ്ട്. ഇവർ വലപ്പാട് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, വാർഡ് മെമ്പർ ഹേന രമേശ്, തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു.
പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതി അറസ്റ്റിൽ. പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ ഗുരുവായൂർ തിരുവങ്കടം താണിയിൽ സ്വദേശി പ്രഭാകരനെയാണ് ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 10 മാസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പാവറട്ടി, വാടാനപ്പള്ളി തുടങ്ങി വിവിധ സ്റ്റേഷനുകളിലായി പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെതിരെ 60-ലധികം കേസുകളാണ് നിലവിലുള്ളത്. 10 കോടിയിലധികം രൂപയാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. കേസിൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട്. സബ് ഇൻസ്പെക്ടർ KV വിജിത്, സിവിൽ പോലീസ് ഓഫീസർമാരായ റോബിൻസൺ, EK ഹംദ്, രജനീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഉലൂരിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 17 വർഷവും 1 മാസവും കഠിന തടവും 60,500 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എടക്കുന്നി തലൂർ സ്വദേശി ഡോൺ കള്ളിക്കാടിനാണ് തൃശൂർ പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് S. തേജോമയി ശിക്ഷ വിധിച്ചത്. പിഴത്തുക ഇരയായ യുവതിക്ക് നൽകുകയും പിഴയടയ്ക്കാത്ത പക്ഷം 4 മാസം അധിക തടവ് അനുഭവിക്കുകയും വേണം. 2014 ഒക്ടോബർ 1-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിയുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത വൈരാഗ്യത്താൽ യുവതിയുടെ വാഹനം തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ലാജു ലാസർ, അഡ്വക്കേറ്റ് AP പ്രവീണ എന്നിവർ കോടതിയിൽ ഹാജരായി. വിങ്കടങ്ങ് മേച്ചേരിപ്പടിയിൽ ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 യുവാക്കളെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മേച്ചേരിപ്പടി പതിയംകടവ് സ്വദേശി പൊട്ട് അയ്യപ്പുവിന്റെ മകൻ ദിജിനെയാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് പ്രതികൾ വധിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പ്രതികൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനെത്തിയ ദിജിനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ദിജിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേച്ചേരിപ്പടി പതിയംകടവ് സ്വദേശികളായ മരുതുവീട്ടിൽ വിഷ്ണു, ചേച്ചാട്ടിൽ വീട്ടിൽ അജിത്, മാളോത്ത് വീട്ടിൽ അഭയ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ KG കൃഷ്ണകുമാർ, SI-മാരായ M. ഉണ്ണികൃഷ്ണൻ, N. സജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രധാന പ്രതിയായ മരുതുവീട്ടിൽ വിപിന് പരിക്കേറ്റതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് സംരക്ഷണയിൽ ചികിത്സയിലാണ്. വധശ്രമത്തിലാണ് പാവറട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വടക്കാഞ്ചേരി മേഖലയിൽ മലയണ്ണാൻ ശല്യം രൂക്ഷമാകുന്നു. കൃഷിനാശത്തിൽ വലഞ്ഞ് കേര കർഷകർ. രൂക്ഷമായ സ്ഥിതിവിശേഷമാണ് വടക്കാഞ്ചേരി മേഖലയിലുള്ളത്. വാഴക്കുല, മാങ്ങ, ചക്ക ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികൾക്ക് നേരെയും ആക്രമണം അതിരൂക്ഷമാണ്. മലയണ്ണാന്റെ വിസർജ്യം വീണ് തെങ്ങിന്റെ കായ്ഫലം കുറയുന്നുണ്ടെന്നും കർഷകർ പറയുന്നു. തേങ്ങകളിലെ വെള്ളവും കാമ്പും ഭക്ഷിച്ച് അവശിഷ്ടം താഴേക്ക് പറിച്ചിടുകയാണ്. നാളികേരം കുറഞ്ഞതോടെ തെങ്ങ് കയറ്റ തൊഴിലാളികളും പട്ടിണിയിലാണ്. വൃക്ഷങ്ങൾക്ക് മുകളിലെ മലയണ്ണന്മാരുടെ ശല്യം സഹിക്കാനാവുന്നില്ലെന്ന് കർഷകർ പറയുന്നു. വന്യമൃഗ ജീവികളുടെ ശല്യം കൊണ്ട് വളരെയേറെ പ്രയാസം അനുഭവിക്കുകയാണ്. ഈ ഭാഗത്ത് അധികം പേരും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവരാം. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിലത്താണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് മലയണ്ണാൻ, അതുപോലെ തന്നെ പന്നി, മാന്, അതുപോലെ മറ്റേ മരത്തിൽ കുരങ്ങും, അതുപോലെ മറ്റ് മയിൽ ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളും കാർഷിക വിളകൾ നശിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുക. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഇവയുടെ രൂക്ഷമായ ശല്യം മൂലം കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. വന്യജീവി സംരക്ഷണത്തിന് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ അതിനോടൊപ്പം മനുഷ്യന് ജീവിക്കാനുള്ള അവസ്ഥ കൂടി ഉണ്ടാക്കാൻ അധികൃതർ ശ്രമിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അടുത്തിടയ്ക്കാണ് ആന ഇറങ്ങിയിട്ട് വ്യാപകമായി കൃഷി നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ശല്യം കൂടി ഉണ്ടായി. എന്തായിരുന്നാലും വന്യമൃഗങ്ങൾ മുമ്പില്ലാത്ത വിധം പെറ്റുപെരുകയും കൃഷിക്കാരിലേക്ക് വലിയ തോതിൽ നാശം വിധിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ തെങ്ങും തോപ്പൊക്കെ നമ്മൾ കണ്ടതല്ലേ, ഒരു കൊല്ലമായിട്ട് എൻ്റെ ഈ 100 തെങ്ങൊക്കെ ഉള്ളതിൽ ഒരു കൊല്ലമായിട്ട് നാളികേരിടാൻ വേണ്ടി തെങ്ങിൽ കയറാൻ പറ്റും. കാരണം നാളികേരമൊക്കെ കുരങ്ങും മലയണ്ണാലും കംപ്ലീറ്റ് അത് നശിപ്പിക്കുകയാണ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ചിത്രം വ്യക്തം. LDF സ്ഥാനാർത്ഥിയായി CPI-യിലെ GS സുരേഷിനെ പ്രഖ്യാപിച്ചതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി. തങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ പുതുമുഖമായ ഗീതാ റാണിയെയാണ് NDA മത്സരിപ്പിക്കുന്നത്. വാർഡിലെ പാർട്ടിയുടെ സ്വാധീനം തങ്ങളുടെ വിജയം ഉറപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. നേരത്തെ ഇതേ വാർഡിൽ മത്സരിച്ച PU സുരേഷ് കുമാറാണ് UDF സ്ഥാനാർത്ഥി. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗമായ സുരേഷ് കുമാറിലൂടെ വാർഡ് തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് UDF. മുൻ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ GS സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വാർഡിൽ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയതോടെ ഉപതെരഞ്ഞെടുപ്പ് രംഗം പ്രചരണത്തിന് ചൂടേറുകയാണ്. മുനമ്പത്തേതുപോലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടങ്ങളും നിയമ സംവിധാനവും ജാഗ്രത പുലർത്തണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. മുനമ്പം ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂർ അതിരൂപത CLC-യുടെ ഭീമ ഹർജിയിൽ ഒപ്പുവെച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പത്തേത് ഏതെങ്കിലും മതവിഭാഗത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ സമരമല്ലെന്നും മനുഷ്യാവകാശത്തിനു വേണ്ടിയുള്ള സമരമാണെന്നും താഴത്ത് പറഞ്ഞു.
കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരത്തിൽ തുടർച്ചയായി 3-ാം തവണയും 1-ാം സ്ഥാനം നേടി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കഴിഞ്ഞ 2 തവണ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡും സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. മാപ്പിളക്കലകളിൽ പ്രഥമ സ്ഥാനീയാണ് കോൽക്കളി. കലോത്സവത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരവും കോൽക്കളിയാണ്. ഉപജില്ലാ കലോത്സവത്തിൽ ഇത്തവണ 5 ടീമുകളാണ് പങ്കെടുത്തത്. ഇമ്പമാർന്ന ഗാനവും ചടുലമായ മെയ് ചുവടുകളും കൈയടക്കമുള്ള കോലടികളുമാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനെ ഹാട്രിക് വിജയകിരീടം ചൂടിച്ചത്. MBA വിദ്യാർത്ഥിയായ എരുമപ്പെട്ടി സ്വദേശി മുഹമ്മദ് റിയാസാണ് പരിശീലകൻ. MJ രാഹുൽ, ശരത് കൃഷ്ണ, ഷിനാസ് കരിയന്നൂർ, VB സനൂപ് എന്നിവർ സഹായികളാണ്. വളരെ സന്തോഷമുണ്ട്. തുടർച്ചയായിട്ട് 3-ാമത്തെ തവണയാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് കുന്നോളം ഉപജില്ലയിൽ 1-ാം സ്ഥാനം നേടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് സംസ്ഥാന തലത്തില് ഹൈസ്കൂളിനെ കൊണ്ടുപോയി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുടർന്ന് ജില്ല വരുന്നുണ്ട്, സംസ്ഥാന ലെവലില് കോമ്പറ്റീഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. 3 മാസത്തോളം കഠിന പരിശീലനത്തിന് ശേഷമാണ് കുട്ടികൾ കളിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ അവർ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അവർ മാത്രമല്ല, ഞങ്ങളെല്ലാവരും അതിന്റെ പുറകെ ഉള്ള എഫേർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ഇപ്പോൾ സ്റ്റേജിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. മാസങ്ങളോളം തുടർച്ചയായി നടത്തിയ പരിശീലനമാണ് എരുമപ്പെട്ടി സ്കൂളിനെ വിജയികളാക്കിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ എ ഗ്രേഡോടെ 2-ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. TCV എരുമപ്പെട്ടി. സ്ത്രീധനമെന്ന സാമൂഹിക വിപത്തിനെതിരെ നിറഞ്ഞാടി കുന്നംകുളം ബഥനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുന്നംകുളം ഉപജില്ലാ കലോത്സവ വേദിയിൽ ഇവർ അവതരിപ്പിച്ച സംഘനൃത്തം വസ്ത്രാലങ്കാരത്താലും ശ്രദ്ധ നേടി. സ്ത്രീധനമെന്ന ദുരാചാരത്തിനെതിരെ ചോദ്യശരങ്ങൾ തൊടുത്തുവിട്ട് ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തവേദിയിൽ ചൂടുകൾ വെച്ച കുന്നംകുളം ബഥനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിനികൾ നിറഞ്ഞ കയ്യടികളോടെ 1-ാം സ്ഥാനം നേടിയെടുത്തു. പുരോഗമന കാലഘട്ടമെന്ന് അവകാശപ്പെടുമ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടി ഭർതൃഗൃഹങ്ങളിൽ കൊല ചെയ്യപ്പെടുന്നതിന്റെ നേർചിത്രങ്ങളാണ് സംഘനൃത്തത്തിൽ വേദിയിൽ അവതരിപ്പിച്ചത്. ഗാർഹിക പീഡനങ്ങളിൽ മനംനൊന്ത് ജീവനൊടുക്കാതെ ശക്തമായി പ്രതിരോധിക്കുവാൻ ആഹ്വാനം ചെയ്താണ് നൃത്തം അവസാനിപ്പിക്കുന്നത്. പ്രമേയം പോലെ തന്നെ പുതുമയുള്ളതായിരുന്നു മത്സരാർത്ഥികളുടെ വസ്ത്രധാരണവും. ക്രൈസ്തവ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച നൃത്തത്തിന് പരമ്പരാഗത ക്രൈസ്തവ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ഗാനവും ഭാവാഭിനയവും ചടുലമായ ചൂടുകളും സംഘനൃത്തത്തെ മികവുള്ളതാക്കി മാറ്റി. TCV ന്യൂസ് എരുമപ്പെട്ടി. ഒരൊറ്റ ഫോട്ടോ കൊണ്ട് ലോകപ്രശസ്തനാവുകയും ആ ഫോട്ടോ പകർത്തിയതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്ത കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറുടെ കഥ പറഞ്ഞ് 1-ാം സ്ഥാനം നേടി ദിയ ബിനോയ്. എച്ചില് കഴിച്ചും വയറ് നിറയ്ക്കുവാൻ പാടുപെടുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജീവൻ നിലനിർത്തുക. തീൻമേശകൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ആ ജീവിതങ്ങൾ പത്രമാധ്യമങ്ങളോ മറ്റു മീഡിയക്കാരോ കണ്ടെന്നു വരികയില്ല. എന്നാൽ ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കുവാൻ ശ്രമിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കുന്നംകുളം BCGHSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ പട്ടിണിയുടെയും മനുഷ്യത്വത്തിന്റെയും കഥ പറഞ്ഞ് 1-ാം സ്ഥാനം നേടിയത്. കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറെ ലോക പ്രശസ്തനാക്കിയതും ആത്മഹത്യയിലേക്ക് വഴി നയിച്ചതും ഒരേയൊരു ഫോട്ടോയാണ്. ജീവൻ നിലനിർത്താൻ പൊരുതുന്ന സുഡാനി കുഞ്ഞും പട്ടിണി കോലമായ കുരുന്നിന്റെ അന്ത്യനിമിഷത്തിനായി കാത്തിരിക്കുന്ന കഴുകനും. ജീവിതവും മരണവും ഒറ്റ ഫ്രെയിമിൽ ആവാഹിച്ച ചിത്രം പ്രതിപാദിച്ചത് വിശപ്പെന്ന യാഥാർത്ഥ്യത്തെയാണ്. ഈ ചിത്രം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു. പ്രശംസയേക്കാൾ വിമർശനമാണ് കെവിന് കേൾക്കേണ്ടി വന്നത്. കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ഫോട്ടോ എടുത്തതിന്റെ കുറ്റബോധം വേട്ടയാടിയ കെവിൻ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ വിഷയമാണ് ദിയ അവതരിപ്പിച്ചത്. കെവിൻ കാർട്ടർ എന്ന് പറഞ്ഞൊരു ഫോട്ടോ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. ആളുടെ കഥയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആള് ആഫ്രിക്കയിലേക്ക് പോവായിരുന്നു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അവിടുത്തെ മേധാവി എന്നിട്ട് പറഞ്ഞു ആരെയും തൊടരുതെന്ന്, കാരണം അവരെല്ലാരും രോഗബാധിതരാന്ന് പറഞ്ഞു. അപ്പോ ഇയാള് ഫോട്ടോ എടുക്കുമ്പോ ഒരു കഴുകനെയും കുഞ്ഞും കണ്ടു. അതായത് കുഞ്ഞിനെ കഴുകൻ കൊത്തി വലിക്കാൻ പോവുക, അത് കണ്ടു. അപ്പൊ അയാൾ ഒന്നും ചെയ്യാതെ
ഫോട്ടോ എടുക്കലും മാത്രമേ ശ്രദ്ധിച്ചു. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പോയില്ല. ഇനി കഴുകിനെ ആട്ടി ഓടിക്കുമ്പോഴേക്കും ആ കുഞ്ഞ് മരിച്ചിരുന്നു. അപ്പോൾ ലോകം മൊത്തം അയാൾ തള്ളിപ്പറഞ്ഞു. പിന്നെ ആഫ്രിക്കയിലത്തെ പട്ടിണി ലോകമെമ്പാട് പറഞ്ഞത് ആളുടെ ചിത്രം കൊണ്ടായിരുന്നു. പിന്നണിയിൽ വാദ്യമേളങ്ങളില്ലാതെയാണ് ദിയ കഥാപ്രസംഗം അവതരിപ്പിച്ചത്. തിരഞ്ഞെടുത്ത വിഷയവും അവതരണ മികവുമാണ് ദിയയെ 1ാം സ്ഥാനത്തിന് അർഹയാക്കിയത്. കാട്ടകാമ്പാൽ പുലിക്കോട്ടിൽ ബിനോയ് ഷീബ ദമ്പതികളുടെ മകളാണ് ദിയ. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ 380 പോയിന്റുകളോടെ മമ്മിയൂർ LF സ്കൂൾ കുതിപ്പ് തുടരുന്നു. HSS തിരുവളയന്നൂർ 337 പോയിന്റുകളോടെ 2ാം സ്ഥാനത്തും 335 പോയിന്റുകളോടെ ആതിഥേയരായ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനത്തും തുടരുകയാണ്. അർബനമുട്ട്, സംഘനൃത്തം, ഒപ്പന, വഞ്ചിപ്പാട്ട്, വട്ടപ്പാട്ട്, നാടൻപാട്ട്, മോണോ ആക്ട് എന്നീ മത്സരങ്ങളാണ് നടന്നത്. കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. ഏകാദശി തിരക്കിന് മുന്നോടിയായി ഗുരുവായൂർ കലോത്സവ നഗരിയിൽ പൂരത്തിരക്ക്. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ആവേശത്തിരയായി കാണികൾ ഒഴുകിയെത്തി. ജനപ്രിയ ഇനങ്ങളായ ഒപ്പന, സംഘനൃത്തം, അറബനമുട്ട്, കോൽക്കളി, ദഫ്മുട്ട്, വട്ടപ്പാട്ട്, വഞ്ചിപ്പാട്ട്, നാടൻ പാട്ട് എന്നീ മത്സരങ്ങളുടെ സ്റ്റേജുകൾക്ക് മുന്നിൽ കാണികൾ തിങ്ങി നിറഞ്ഞു. മേക്കപ്പും റിഹേഴ്സലുമായി ക്ലാസ് മുറികൾ മത്സരാർത്ഥികൾ കൈയടക്കി. വേദികൾക്ക് പുറമെ സ്കൂൾ ഗ്രൗണ്ടിലും വരാന്തകളിലും അക്ഷരാർത്ഥത്തിൽ സൂചി കുത്താനിടമില്ലായിരുന്നു. മുൻകാല കലോത്സവങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മത്സരാർത്ഥികളുടെ കുത്തൊഴുക്കാണ്. ഇതിൽ ഭൂരിപക്ഷം പെൺകുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ കാണികളായി രക്ഷിതാക്കളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. തിരക്ക് വർദ്ധിച്ചതോടെ ലഘുഭക്ഷണശാലകൾക്ക് കൊയ്ത്തായിരുന്നു. സ്കൂളിന് പുറത്തൊരുക്കിയിരുന്ന ഭക്ഷണശാലയിൽ 3500ഓളം പേർ സദ്യ കഴിച്ചു. 20 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. ഒട്ടുമിക്ക വേദികളും കാണികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ഓരോ മത്സരവും മൊബൈൽ ക്യാമറയിൽ ഒപ്പിയെടുക്കാനും മത്സരമായിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിനിയെ ചാലക്കുടി മുരുങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കണ്ടെത്തി. 20 വയസ്സുകാരിയായ യുവതി തിങ്കളാഴ്ചയാണ് മലയാള വിഭാഗം ധ്യാന കേന്ദ്രത്തിൽ എത്തിയത്. ധ്യാനം കൂടിയിരുന്ന വിദ്യാർത്ഥിനിയെ കൊരട്ടി പോലീസ് ബുധനാഴ്ച വൈകിട്ട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. +2 കഴിഞ്ഞതിന് ശേഷം ഓൺലൈനായി എൻട്രൻസിന് പഠിക്കുകയായിരുന്നു വിദ്യാർത്ഥിനി. മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞതിൽ മനംനൊന്ത് വിദ്യാർത്ഥിനി മുരുങ്ങൂരിലെ ധ്യാന കേന്ദ്രത്തിൽ എത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വീടിന്റെ പരിസരത്തു നിന്നും ഒരാളുടെ ബൈക്കിൽ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോണിന്റെ ടവറും പരിശോധിച്ചാണ് വിദ്യാർത്ഥിനി ധ്യാന കേന്ദ്രത്തിലുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഏനമാവ് സ്റ്റീൽ പാലത്തിന് സമീപത്തെ പുഴയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം പുഴയിൽ കാണാതായ വടൂക്കര സ്വദേശി തട്ടിൽ ജെറിന്റെയും ഒരു മധ്യവയസ്കന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചൊവ്വാഴ്ചയാണ് സുഹൃത്തുക്കൾക്കൊപ്പം സ്റ്റീൽ പാലത്തിന് സമീപം ജെറിൻ എത്തിയത്. തുടർന്ന് ജെറിൻ പുഴയിലേക്ക് ഇറങ്ങി പുഴയുടെ മധ്യഭാഗം വരെ നീന്തിയതിനു ശേഷം മുങ്ങിപ്പോവുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ സ്കൂബ ടീം എത്തി തെരച്ചിൽ നടത്താനിരിക്കെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഒരിറ്റ് ശ്രദ്ധ ഒരുപാട് ആയുസ് എന്ന മുദ്രാവാക്യവുമായി റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ ഓർമ്മ ദിനാചരണവും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ലഘുലേഖ പ്രകാശനവും സംഘടിപ്പിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന ചടങ്ങ് സെൻട്രൽ സോൺ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ MP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. റാഫ് ജില്ലാ പ്രസിഡന്റ് KT പിയൂസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ KA മാർട്ടിൻ ലഘുലേഖ പ്രകാശനവും വിതരണോദ്ഘാടനവും നിർവഹിച്ചു. തൃശൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ റോഡ് സുരക്ഷാ ക്ലാസ് എടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി കരിയന്നൂർ തവരാജ് തുടങ്ങിയവർ സംസാരിച്ചു. സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന KJ ബേബി അനുസ്മരണവും പുസ്തക ചർച്ചയും തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകൻ സിവിക് ചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ ഡോക്ടർ KJ പള്ളത്ത് പണിയെപ്പെരുമ എന്ന പുസ്തകം അവലോകനം ചെയ്തു. പുസ്തക രചയിതാവും ആർണോസ് പാതിരി അക്കാദമി ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ ജോർജ് തേനാടിക്കുളം അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന സംവാദത്തിൽ എഴുത്തുകാരൻ MK രാമദാസ്, ഫാദർ ബേബി ചാലിൽ, ബാബു നെല്ലിക്കൽ, ഫാദർ തോമസ് ചമതയിൽ, സാമൂഹിക നിരീക്ഷകൻ അഗസ്റ്റിൻ കുട്ടനല്ലൂർ, ഡേവിസ് കണ്ണമ്പുഴ, ആർണോസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ ജോർജ് അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിൽ നിന്നുള്ള തുടി കലാസംഘം അവതരിപ്പിച്ച നാടൻ പാട്ടുകളും അരങ്ങേറി. ആർണോസ് ഫോറവും ആർണോസ് പാതിരി അക്കാദമിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇരിങ്ങാലക്കുട സഹസ്ര കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരള കഥക് കലോത്സവത്തിന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ തുടക്കമായി. പത്മശ്രീ ഡോക്ടർ
പുരുദദീപ്, ഡോക്ടർ വിഭ രതീജ്, വിദുഷി സസ്വതി സെൻ, കൂടിയാട്ടം ഗുരുജി വേണു, കലാനിരൂപകൻ ജോർജ് എസ് പോൾ, ആകാശവാണി മുൻ അനൗൺസർ എം തങ്കമണി തുടങ്ങിയവർ ചേർന്ന് തിരി തെളിയിച്ചുകൊണ്ടും കഥക് കലോത്സവത്തിന് ആരംഭം കുറിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനിൽ സന്ദേശം നൽകി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്തരായ 30-ലേറെ കഥക് നർത്തകരുൾപ്പെടെ 100-ലേറെ കലാകാരന്മാർ 3 ദിവസങ്ങളിലായി നടക്കുന്ന കഥക് കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആയുഷി മിശ്ര, ഹർഷിത ദദീജ്, ക്ഷാമ മാളവ്യ തുടങ്ങിയവരും ശരണ്യ സഹസ്രയിലെ കലാകാരികളും അവതരിപ്പിച്ച കഥക് കലോത്സവത്തിന്റെ പ്രഥമ ദിനത്തിൽ നിറഞ്ഞ ആസ്വാദക സദസ്സിന് വേറിട്ട കലാനുഭൂതി പകരുന്നതായി. പാലക്കാട് മങ്കരയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പാഞ്ഞാൾ തൊഴുപ്പാടം സ്വദേശി ഒറവിങ്കൽ വീട്ടിൽ സുരേഷ് കുമാറിന്റെ മകൻ 20 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. ഇരുചക്രവാഹനങ്ങൾ മോഷ്ടിക്കുന്നത് പതിവാക്കിയ യുവാവിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മേലൂർ ശാന്തിപുരം നിലപ്പന വീട്ടിൽ ലിബിനാണ് അറസ്റ്റിലായത്. പോലീസ് പട്രോളിംഗിനിടെ നമ്പർ പ്ലേറ്റില്ലാത്ത ബൈക്കുമായി മേലൂർ ശാന്തിപുരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് മോഷണങ്ങളുടെ ചുരുളഴിഞ്ഞത്. കൊരട്ടിയിൽ നിന്നും കാതിക്കുളം സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിച്ചത് ഇയാളാണെന്ന് സ്ഥിരീകരിച്ച പോലീസ് സമാനമായ രീതിയിൽ ചാലക്കുടി, അങ്കമാലി എന്നിവിടങ്ങളിൽ പ്രതി മോഷണം നടത്തിയതായി കണ്ടെത്തി. മോഷ്ടിച്ച ഇരുചക്രവാഹനങ്ങൾ പാർട്സുകളാക്കി വീടിന്റെ ടെറസിൽ സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. ടെറസിൽ നിന്നും 10-ലേറെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളും പോലീസ് കണ്ടെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7085 രൂപ, പവന് 56,680 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3267 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 70.51% പോളിംഗ്. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. വോട്ടെണ്ണൽ ശനിയാഴ്ച. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും MK സുദർശനും ഇടതുപക്ഷവും ചേർന്നാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതെന്ന് മുതിർന്ന BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. തൃശൂർ പൂരം തട്ടിയെടുക്കുവാനുള്ള ശ്രമം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉപേക്ഷിച്ചില്ലെങ്കിൽ BJP സമരത്തിനിറങ്ങുമെന്നും ഗോപാലകൃഷ്ണൻ. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തൃശൂരിലെ ഹോട്ടലുകളിൽ റെയ്ഡ്. 30ഓളം ഹോട്ടലുകളിലാണ് റെയ്ഡ് നടത്തിയത്. 5 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. ഹോട്ടലുകളിലെ പരിശോധന കർശനമാക്കുമെന്ന് മേയർ MK വർഗീസ്. ഗുരുവായൂരിൽ വീട്ടമ്മയുടെ 5.5 പവന്റെ താലിമാല കവർന്നു. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന മോഷണം. കഴിഞ്ഞ 2 മാസത്തിനിടെ ഗുരുവായൂരിൽ മോഷ്ടാക്കൾ കവർന്നത് 20-ലധികം പവൻ. പൂമലയിൽ ബാങ്ക് ജപ്തിക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ കുടുംബം. വടക്കാഞ്ചേരി കേരള ബാങ്ക് ജീവനക്കാർ ജപ്തി നടപടികൾക്ക് എത്തിയപ്പോഴായിരുന്നു ഭീഷണി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.